വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ധാരാളം അധികരിപ്പിക്കുന്ന അവസ്ഥയുണ്ടായപ്പോൾ, ഒരു സുപ്രഭാതത്തിൽ രാത്രിയുടെ യാമങ്ങളായപ്പോൾ മഹാനായ സാലിം റളിയല്ലാഹു തആല വന്ന് കതക് മുട്ടുകയാണ്. കതക് മുട്ടുമ്പോൾ ബന്ധനസ്ഥനാക്കപ്പെട്ട ശത്രുഭാവയത്തിലുണ്ടായിരുന്ന സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചിരുന്ന തന്റെ മകനാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആ ഒരു അവസരത്തിൽ മകനോട് പിതാവ് ചോദിക്കുകയാണ്, മകനെ, മകൻ എങ്ങനെ രക്ഷപ്പെട്ടു? ഈ ശത്രുഭാവയത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു? ഇമ്പോസിബിൾ ആയ കാര്യമായിരുന്നല്ലോ, അസാധ്യമായ കാര്യമായിരുന്നല്ലോ. എങ്ങനെയാണ് മകനെ മോൻ രക്ഷപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ മകൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രു സൈന്യത്തെ ഉറക്കുകയുണ്ടായിപ്പാ. ആ ഒരു അവസരം ഞാൻ മുതലെടുക്കുകയുണ്ടായിപ്പാ. ആ ഒരു അവസരത്തിൽ ഞാൻ രക്ഷപ്പെട്ടു വന്നതാണ് എന്ന് മഹാനായ സാലിം റളിയല്ലാഹു തആല അൻഹു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞെങ്കിൽ എന്തേ കാരണം നമ്മുടെ മക്കൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ മക്കൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പള്ളിയിൽ പോയി നാം 100 രൂപ കൊടുക്കാറുണ്ട്, പള്ളിയിൽ പോയി നാം 50 രൂപ കൊടുക്കാറുണ്ട്. പള്ളിയിൽ കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറുവാൻ വേണ്ടി പ്രവാചകരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ സദഖ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ടാകാൻ നാം പരിശ്രമിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന അതേ വേയിലൂടെ നടക്കാൻ, അതേ മാർഗത്തിലൂടെ നടക്കാൻ നാം പരിശ്രമിച്ചിട്ടുണ്ടോ? ഒരിക്കലും നാം പരിശ്രമിക്കാറില്ല. ദുനിയാവിന്റെ പിറകെ നാം ഓടാറുണ്ട്. നമുക്ക് വിഷമമുണ്ടാകുന്നുണ്ടോ? ഉണ്ട്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വിഷമമുണ്ട്. എങ്കിലും റബ്ബിലേക്ക് അടുക്കാൻ നാം തയ്യാറാകുന്നില്ല. എങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ചെറിയ മുറുകെ പിടിക്കാൻ നാം തയ്യാറാകുന്നില്ല. ഈ ശൈലി മാറണം. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറണോ? നമ്മുടെ പ്രയാസങ്ങൾ മാറണോ? നമ്മുടെ വിഷമങ്ങൾ മാറണോ? തീർച്ചയായും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ആ വിഷമങ്ങൾ മാറുന്നതിലുപരി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ ധാരാളം ചൊല്ലിക്കോ, എങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ മാറും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും എന്ന് പ്രവാചകരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഓഫർ കൂടി അല്ലാഹു തആല പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായ വ്യക്തികളുണ്ടല്ലോ, അവർക്ക് ഭയമുണ്ടാകില്ല. നാം നെതന്യാഹുമാരെ ഭയക്കുന്നെങ്കിൽ അവർ ഭയക്കൂല. നാം ബറാക് ഒബാമമാരെ ഭയക്കുന്നെങ്കിൽ അവർ ഭയക്കൂല. നാം ഏരിയൽ ഷാറൂണുമാരെ ഭയക്കുന്നുണ്ടെങ്കിൽ അവർ ഭയക്കൂല. നാം നരേന്ദ്രമോദിമാരെ ഭയക്കുന്നുണ്ടെങ്കിൽ അവർ ഭയക്കൂല. നാം അക്രമങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ, നാം അനീതികൾ ഭയക്കുന്നുണ്ടെങ്കിൽ, നാം കൊള്ളകൾ ഭയക്കുന്നുണ്ടെങ്കിൽ, നാം കൊള്ളിവെപ്പുകൾ ഭയക്കുന്നുണ്ടെങ്കിൽ അവർ ഇതൊന്നും ഭയക്കുന്നതല്ല. വലാഹും യഹ്സനൂൻ. അവർക്ക് ദുഃഖമുണ്ടാകില്ലടോ. നമുക്ക് പലതരത്തിലുള്ള ദുഃഖമുണ്ടാകാറുണ്ട്. കുടുംബ സംബന്ധമായ നിലയിൽ നമുക്ക് ദുഃഖമുണ്ടാകാറുണ്ട്. അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകാറുണ്ട്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകാറുണ്ട്. നാം ഇഷ്ടപ്പെട്ട വ്യക്തികൾ മരണപ്പെട്ടു പോകുമ്പോഴും നമുക്ക് ദുഃഖമുണ്ടാകാറുണ്ട്. പക്ഷെ അല്ലാഹുവിനെ സൂക്ഷിച്ചൊരാൾ ജീവിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ കൽപ്പനകൾ ഒരാൾ ശിരസാവഹിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ നിരോധനങ്ങൾ ഒരാൾ ജീവിതത്തിൽ നിന്നും വർജിക്കുന്ന അവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ ദുഃഖമുണ്ടാകില്ലടോ, വിഷമമുണ്ടാകില്ലടോ, ഭയമുണ്ടാകില്ലടോ. ഖുർആൻ ഇതുപോലെ ധാരാളം ഓഫറുകൾ സത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഓഫറാണ് ദുനിയാവിലും സന്തോഷം, ആഖിറത്തിലും സന്തോഷം ലഭിക്കപ്പെടുന്നതാണ്. ദുനിയാവിലും സന്തോഷം ലഭിക്കപ്പെടും, ആഖിറത്തിലും സന്തോഷം ലഭിക്കപ്പെടുന്നതാണ്. ഖുർആൻ പറയുന്നു, ലഹുമുൽ ബുസ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവിൽ
ദുനിയാവിലും അവർക്ക് സന്തോഷം ലഭിക്കപ്പെടും, ആഖിറത്തിലും അവർക്ക് സന്തോഷം ലഭിക്കപ്പെടുമെന്ന് ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ പഠിപ്പിക്കുമ്പോൾ ധാരാളം ഓഫറുകൾ പടച്ചതമ്പുരാൻ പറയുന്നുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. എങ്കിലും അത് ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ അപാരമായ സഹായം നമുക്കുണ്ടാകും, അല്ലാഹുവിന്റെ അപാരമായ നുസ്രത്ത് നമുക്കുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായാലും നാം ക്ഷമിക്കാൻ നാം തയ്യാറാകും. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായാൽ നാം ശുക്ർ ചെയ്യാൻ തയ്യാറാകും. എന്തേ കാരണം? നാം അല്ലാഹുവിനെ സൂക്ഷിച്ചിട്ടില്ല.